ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെൻസി ഫാമിംഗ്. ഇന്ന് എൻ്റെ മൂന്നാമത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ടോപ്പിക് എന്ന് വെച്ചാൽ ബനാന കൃഷി, അതാണ് നമ്മുടെ വാഴ കൃഷി. അപ്പോൾ ഞാനവിടെ ചെയ്യുന്ന വെറൈറ്റി എന്ന് വെച്ചാൽ മഞ്ചേരിക്കുള്ളനാട്ടോ. ഇത് കൃഷിഭവൻ നിന്ന് ഒരു 3 മാസം മുമ്പ് ലഭിച്ചതായിരുന്നു. പക്ഷേ ഒരു കറക്റ്റുള്ള ടൈമിങ്ങല്ല തന്നത്. എന്താ ചെയ്യുക, ഗവൺമെൻറ് അല്ല, അങ്ങനെയൊക്കെ പോരായ്മകളുണ്ടാവും. അപ്പോൾ ഏകദേശം കൃഷിയായിട്ട് മൂന്നാമത്തെ മാസമായി. അപ്പോൾ അതിൻ്റെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുമെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോയാലോ. എനിക്കിവിടെ മൊത്തത്തിൽ കിട്ടിയത് 15 വാഴ കേട്ടോ. 15 to 20 വാഴ. അത് 5 ഞാൻ വേറെ ആക്കി കൊടുത്ത് ബാക്കി ഒരു 15 ഞാൻ അവിടെ സ്ഥലത്ത് ചെയ്ത്. അപ്പോൾ ഒന്നാമത്തെ വാഴ കേട്ടോ. ഇത് ഏകദേശം 3 മാസം പ്രായമായിക്കിന്. അപ്പോൾ നമുക്ക് മറ്റ് സ്ഥലത്തേക്ക് വീഡിയോ പോയി നോക്കാം. ഇതും 3 മാസമായി. ഇതിന് കുറച്ചൊരു വളർച്ച കുറവുണ്ട് കേട്ടോ. ഇതിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് ചെറുതായി തോന്നുന്നുണ്ട്, എന്താ അറിയില്ല. പിന്നെ നമുക്ക് അടുത്തൊക്കെ കാണിച്ചു കേട്ടോ. അടുത്തത് ഇതാട്ടോ. ഇത് 3 മാസമായിക്കിന് നല്ല വളർച്ച ഉണ്ട്. പിന്നെ ഏറ്റവും ദുഃഖമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വായ കണ്ടില്ലേ, ഈ വായ ചുരുളിച്ച് പോകുന്ന സംശയം. അതിൻ്റെ തൂമ്പ് കണ്ടില്ലറിയാം. ആൻഡ് അതിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ 2 തൂമ്പൊക്കെ മുളച്ചിക്കണം. ഇതിലേതായാലും ഒന്ന് നിലർത്തി ഞാൻ ഒന്ന് മുറിച്ച് കളയണം, നല്ല രീതിയിൽ ഉണ്ടാവുകയായിരിക്കുന്നു. പിന്നെ വേറെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാനൊന്ന് ചോലയിൽ കൃഷി ചെയ്ത് പോയി. അതാട്ടോ ഇത്. മുളകൊക്കെ അലർക്കുക, നല്ല ചോല കാണാം, കണ്ടില്ലേ. ഇത് വലുതായില്ല, 3 മാസമായിട്ട്. അതേപോലെയൊക്കെ ഉണ്ട്. മാറ്റി പ്ലാന്റ് ചെയ്യാമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് വേറെ വയലൊക്കെ പോയി നോക്കാം. ഇതൊക്കെ 3 മാസം പ്രായക്കുണ്ടോ. അങ്ങനെ അടിവളമായിട്ട് ചാണകവും കുറച്ച് കുമ്മായവും ഇട്ട്. രണ്ടാമത്തെ മാസമായപ്പോൾ കേരള സർവകലാശാലൻ്റെ അയർ എന്ന സാധനമുണ്ട്. മൈക്രോന്യൂട്രിയൻസ് ആണ്. അതിൽ കുറേ മൈക്രോന്യൂട്രിയൻസ് ഉണ്ട്. 5 മൈക്രോന്യൂട്രിയൻസ് ഉണ്ട്. ഒന്നാമതായിട്ട് സിങ്ക്, ബോറോണ്, കാൽഷ്യം, മാഗ്നീഷ്യം, പിന്നെ ഏതോ ഒന്നുകൂടെ ഉണ്ട് കേട്ടോ, മറന്നുപോയേ. ഇതൊക്കെ 3 മാസം പ്രായമായിരിക്കണേ. ഇത് പിന്നെ ഇത് കണ്ടില്ലേ, കുറച്ച് ചെറുതായി പോയിട്ടോ. പിന്നെ ഇവിടെ ഒന്നുണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ ചോല ഉണ്ടായിരുന്നു, ആ ചോല കിട്ടിയപ്പോൾ അത് ഉഷാറായുണ്ട്. ഇനി 3-ാമത്തെ മാസത്തെ വളമിടണം. 4-ാമത്തെ മാസമാകുമ്പോൾ ഒന്നുകൂടി അയറിടണം കേട്ടോ. നമുക്ക് കൃഷി വകുപ്പിന് പറഞ്ഞത് ഒരു അയർ ആകുമ്പം 1 കിലോന് 60 റുപ്യയാവും. കൃഷിഭവന് പോയാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ 4 മാസത്തിൽ 2 പ്രാവശ്യം ഇടണം. ഒരു വാഴയ്ക്ക് 100 ഗ്രാം എന്ന വെച്ചതിൽ ഇടേണ്ടത്. ഇതൊക്കെ 15 കിട്ടാം കേട്ടോ. അപ്പം എന്താ വെച്ചാൽ 4 മാസത്തിൽ 2-ാം മാസം 100 ഗ്രാമും 4-ാം മാസം 100 ഗ്രാമും കൂടി ഇടണം കേട്ടോ. വാഴയ്ക്ക് ഉഷാറായി വരുന്നുണ്ട്. ഇത് മാത്രം ചൊല്ലിച്ചത് ഭയങ്കര ദുഷ്കരമായി പോയിട്ടോ. അങ്ങോട്ട് ബേക്കോട്ടും ഉണ്ട്. പിന്നെ ഇടവിളായിട്ട് കുറച്ച് കൃഷി, കാപ്പിയുണ്ട്, മൾബറി ഉണ്ട്. അപ്പോൾ 4-ാമത്തെ മാസം അയർ 100 ഗ്രാമിന് കൊടുക്കണം. പിന്നെ ഒന്നുകൂടി മണ്ണിട്ട് ഉഷാറാക്കണം. വാഴ സെറ്റായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. എൻ്റെ പുതിയൊരു വീഡിയോ ആണ്, 3-ാമത്തെ വീഡിയോ ആട്ടോ അത്. അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് അടിക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണാവരെ. ബൈ. ഇനി ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ.